പിന്നെ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. അപ്പോഴാണ് ഹിരണ്യകശിപുവിന് തോന്നിയത് രണ്ടാമത് ഒന്നുകൂടിയും പരിശോധിക്കണം. എത്ര ഇരിക്കുന്നു, ഇവരുടെ പഠിപ്പിക്കൽ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയണമല്ലോ. സ്വതേ മാഷന്മാർ കുട്ടികളെ പരീക്ഷിക്കുകയേ പതിവുള്ളൂ. മാഷന്മാരെ പരീക്ഷിക്കുക അതില്ല. ഹിരണ്യകശിപുവിൻ്റെ വിദ്യാലയത്തിൽ അതും കൂടിയുണ്ട്. മാഷന്മാരെ പരിശോധിക്കുക, അത് ഹിരണ്യകശിപു തന്നെയാണ്. പ്രഹ്ലാദനെ വിളിച്ചു, ചോദിച്ചു. പ്രഹ്ലാദ, അച്ഛനൊന്ന് ചോദിക്കാൻ പോവുകയാണ്. ഇന്നാൾ പറഞ്ഞതുപോലെ അബദ്ധമായിട്ട് പറയരുത്, നല്ലോണം ആലോചിച്ച് മറുപടി പറയണം. അച്ഛാ, അങ്ങനെ ആവാം. ഇതിപ്പോ വെറുതെയും അല്ല. അതാ ശ്രീശുകൻ പറയണത്. ഹിരണ്യകശിപു അല്ല, ശണ്ടാമർക്കന്മാർക്ക് തോന്നി പ്രഹ്ലാദൻ ഈയിടെ കുറച്ച് നന്നായിട്ടുണ്ട്. ഈ ഉറക്ക ഹാമം ജപിക്കലും ഒക്കെ. ഈ ഭക്തിക്കൊരു വിദ്യയുണ്ട്, കുറെ കഴിഞ്ഞാൽ അത് അന്തർമുഖമാവും. അപ്പോൾ ബാഹ്യമായിട്ടുള്ള ചേഷ്ടകൾ കുറച്ച് ചുരുങ്ങി എന്ന് വരും. പ്രഹ്ലാദൻ അവിടെ എത്തിയിരിക്കുന്നു. ഇപ്പം നാരദ ഭക്തി സൂത്രത്തിലൊക്കെ പറയുന്നുണ്ട്, അവിടെ എത്തിയിരിക്കുന്നു പ്രഹ്ലാദന്റെ മനസ്ഥിതി. അപ്പോൾ ബരെന്ത് വിചാരിച്ചു, ഇപ്പൊ പ്രഹ്ലാദന്റെ ഭക്തിയൊക്കെ പോയി എന്ന് വിചാരിച്ചു. എന്നിട്ട് കയാധുവിനോട് ചെന്ന് ശുപാരിശ് ചെയ്തു തലേണമന്ത്രം. ഇപ്പൊ പ്രഹ്ലാദന്റെ ബുദ്ധി നന്നായിട്ടുണ്ട്, മഹാരാജാവിനെ ഒന്ന് അറിയിക്കണം, മാസം ഒരു 10 ഉറുപ്പ്യെങ്കിലും ശമ്പളം കൂട്ടി കിട്ടിയാൽ നന്നായില്ലോ. ഇതാണ് അവരുടെ വിചാരം. അതാണ് കയാധു മുഖാന്തരം ഹിരണ്യകശിപുവിൻ്റെ അടുത്ത് ശുപാരിശ ചെയ്തത്. എന്നിട്ടാണ് കയാധു പ്രഹ്ലാദനെ എടുത്ത് ഹിരണ്യകശിപുവിൻ്റെ മുമ്പിലേക്ക് ചെന്നത്. അപ്പോഴാണ് ഹിരണ്യകശിപു പ്രഹ്ലാദനെ വാരി മടിയിൽ വെച്ച് ചോദിച്ചത്, പ്രഹ്ലാദ ആലോചിച്ച് മറുപടി പറയണം. എന്താ പഠിച്ചതിൽ വെച്ച് ഈ സ്വന്തം ഇഷ്ടപ്രകാരം പറയേണ്ട വെച്ചിട്ടാണ്. ഹിരണ്യകശിപു പറഞ്ഞു, നല്ലോണം കാണാപ്പാഠം പഠിച്ചതായിട്ടുള്ള ഒരു പാഠമാല അച്ഛനെ വായിച്ചു കേൾപ്പിക്കൂ. ആ പുസ്തകത്തിൽ എഴുതിയതല്ലേ പറയൂ എന്ന് വിചാരിച്ചിട്ടാ. പ്രഹ്ലാദൻ, അച്ഛാ, എനിക്കിഷ്ടപ്പെട്ടൊരു പാഠമാല ഞാൻ അച്ഛനെ വായിച്ചു കേൾപ്പിക്കാം. കേൾക്കട്ടെ. ശ്രവണം കീർത്തനം വിഷ്ണോ. ഇതാണ് പ്രഹ്ലാദൻ ഒരു പാഠമാല ചൊല്ലിയത്. അപ്പൊ ഹിരണ്യകശിപുവിന് സംസ്കൃതം നിശ്ചല്യല്ലോ. അപ്പൊ ഹിരണ്യകശിപു ചോദിച്ചു, എന്താ പ്രഹ്ലാദ അതിന്റെ അർത്ഥം? അതോ അച്ഛാ, ഞാൻ ഇന്നാള് പറഞ്ഞത് കാട്ടിലേക്ക് പോകണമെന്നല്ലേ? അതെ, അത് തെറ്റാണ് അച്ഛാ. അച്ഛനെ പോലുള്ള ആളുകളോട് അങ്ങനെ പറയരുത്. അതെ, പിന്നെ എന്താ പ്രഹ്ലാദ വേണ്ടത്? ആദ്യം ശ്രവണം, കഥകളങ്ങനെ കേൾക്കണം. മുമ്പേ അതാ വേണ്ടത്, കഥാശ്രവണം. ബലേ, ശരിയാ പ്രഹ്ലാദ. എന്താ വെച്ചാൽ അച്ഛൻ്റെ കഥകൾ അത്ര ഹേമായിട്ടുള്ളതാ. ആ ദേവന്മാരെ ഞെക്കിപ്പിഴിയല്, ബ്രാഹ്മണരെ ചുട്ടുകരിക്കല്, അമ്പലം കൊള്ളിവെക്കല്, ഇങ്ങനെയുള്ള അച്ഛൻ്റെ കഥകളുണ്ടല്ലോ പ്രഹ്ലാദ, കേൾക്കേണ്ടതാണ്. എത്ര കേട്ടാലും മതിയാവില്ല അല്ലേ? ഓഹോ, അച്ഛൻ തെറ്റിദ്ധരിച്ചു. താൻ പറഞ്ഞത് ഭഗവാന്റെ കഥ കേൾക്കണമെന്ന. അച്ഛൻ വിചാരിച്ചു അച്ഛൻ്റെ കഥകൾ കേൾക്കണമെന്ന് പറയാന്ന് വിചാരിച്ചു. വിഷ്ണോ, അതിൻ്റെ ഇടയിൽ ഒരു പദം കൊടുത്തു. ഹിരണ്യകശിപു തെറ്റിദ്ധരിക്കേണ്ട, മഹാവിഷ്ണുവിൻ്റെ കഥകള് കുറെ കേട്ടാൽ ഇത് കേട്ടാൽ മാത്രം പോരാ, വായിക്കണം എന്നങ്ങോട്ട് തോന്നിത്തിരിക്കും. കുറെ കീർത്തനം കഴിഞ്ഞാൽ സ്മരണം തന്നാലെ വരും. നിഷ്പ്രയാസം എന്നർത്ഥാണ്, പ്രത്യേക അനുഷ്ഠാനം വേണ്ട. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രവണം കുറേണ്ട് കഴിഞ്ഞാൽ ക്രമേണ ആ ശ്രവണം കീർത്തനത്തിലെത്തും, കീർത്തനം സ്മരണത്തിലെത്തും. നമ്മൾ അറിയില്ല മേപ്പെട്ട് കയറുന്നത്. ഇപ്പൊ 8-10 നിലകൾ മേപ്പെട്ടുള്ള ചില പുറം രാജ്യങ്ങളിൽ, ഇപ്പൊ മദ്രാസിലും ബോംബെയിലും ഒക്കെ പോയാൽ കാണാം അനവധി കെട്ടിടങ്ങള് 8, 10, 14, 20 നിലകളുള്ളത്. നടന്ന് കയറാനൊന്നും പറ്റില്ല, മോളെത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിന് ലിഫ്റ്റ് ഉണ്ടാവും. അതിന് കയറിയിരുന്ന് ആ ബട്ടൺ അമർത്തിയാൽ മതി. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലിരുന്ന് ചാടി കയറുമൊന്നും വേണ്ട എന്നർത്ഥം, അവിടെ ഇരിക്കുകയേ വേണ്ടൂ. ഇതുപോലെ ശ്രവണത്തിൽ അവിടെ കയറി ഇരുന്നാൽ മതി. ആ തൃപ്പാദം തൊടണം, അതാണ് സ്വിച്ച്. എന്നാൽ അത് സ്റ്റാർട്ടാവും. അങ്ങനെ കയറിക്കോളും. ശ്രവണം കീർത്തനത്തിലെത്തും, കീർത്തനം സ്മരണത്തിലെത്തും, അവസാനം ആത്മനിവേദനം വരെ അവിടെ എത്തും. അച്ഛാ, അതുകൊണ്ട് ശ്രവണം ആദ്യം അവിടെ തെടുങ്ങുക വേണ്ടത്. എന്നാ പിന്നെ കുറെ കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോവാറാവും. ഈ ശ്രവണ കീർത്തനങ്ങൾ ചെയ്യാതെയുണ്ട് നാളെ കാട്ടിലേക്ക് അങ്ങോട്ട് പോയാൽ മറ്റന്നാൾ ഇങ്ങോട്ട് തന്നെ വരും. വടക്കാഞ്ചേരി ആ പ്രദേശത്ത് വെച്ച് കുഞ്ഞിക്കാവുമ്പുരിപ്പാട്ടിലെ വായന കേട്ടപ്പോൾ 2 ബ്രാഹ്മണര് കുഞ്ഞിക്കാവുമ്പുരുടെ വായനയോട് കേട്ടപ്പോൾ വൈരാഗ്യം വന്നു. അവർ പറഞ്ഞു,
നമുക്ക് ഇനി എന്തിനാ വീട്, പോവുക എങ്ങടെ കാട്ടിലേക്ക്. എന്തിന്? അതോ കർക്കിടക മാസം കാല, ഭയങ്കര മഴയാണ്. ഇവര് സന്ധ്യ ആയതിനോട് ഇനി ഒന്നും വേണ്ട, അവർക്ക് വൈരാഗ്യം വന്നു. വടക്കാഞ്ചേരി കുന്നിന്റെ മുകളിൽ ചെന്ന് കയറി രണ്ടാളും കൂടി. രാത്രി മുഴുവൻ മഴ കൊണ്ടെന്നാണ് വിളിച്ചായപ്പോഴേക്ക് രണ്ടാളും കൂടി അങ്ങനെ വരുന്നു. വൈരാഗ്യം വരലും കഴിഞ്ഞു, വൈരാഗ്യം പോകലും കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കാറാവാൻ ഒരു മനസ്ഥിതി ആദ്യം സമ്പാദിക്കണം. അത് ശ്രവണ കീർത്തനങ്ങളിൽ നിന്നാണ്. ഇത്രയൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഇത്രയും ഹിരണ്യകശിപു എങ്ങനെയാ ക്ഷമിച്ചിരുന്നത് നിശ്ചയില്ല. പ്രഹ്ലാദന്റെ കഴുത്തിൽ ഇങ്ങോട്ട് പിടിച്ചു, മടിയിലിരുന്നിട്ടാ പറയണത്. പ്രഹ്ലാദന് അങ്ങനെ മഹാവിഷ്ണുവിനെ പറ്റി പ്രസംഗിക്കണം എന്ന് വെച്ചാൽ വലിയ ആൽത്തറയിലും പോയിരുന്ന് പ്രസംഗിച്ചൂടെ? തൻ്റെ മടിയിലിരുന്നിട്ട് വേണോ മഹാവിഷ്ണുവിനെ പറ്റി പറയല്? അതാ ദേഷ്യം വന്നത്. പിടിച്ചങ്ങോട്ട് തള്ളി പ്രഹ്ലാദനെ. ശണ്ടാമർക്കന്മാര് സമ്മാനം മേടിക്കാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് തടി കിട്ടിയാൽ മതി എന്നായിരിക്കണോ പ്രഹ്ലാദൻ്റെ ഒക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോഴേ ഒരു നോട്ടുണ്ടായി. ബ്രഹ്മബന്ധോ കിമേതത്തെ. ആര് പറഞ്ഞു പ്രഹ്ലാദന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ? അവര് പറഞ്ഞു, മഹാപ്രഭു ഞങ്ങൾ പറഞ്ഞു കൊടുത്തതല്ല, പ്രഹ്ലാദന്റെ സ്വാഭാവികമായിട്ടുള്ള ഭക്തിയാണ്. ഓഹോ. പ്രഹ്ലാദന്റെ നേരെ ഞാൻ നോക്കി, മുമ്പിൽ തൊഴുതും കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഗുരുമുഖി എന്ത്? എടാ പ്രഹ്ലാദ, ഗുരുക്കന്മാര് പറഞ്ഞു തന്നതല്ല ഈ മനസ്ഥിതി എങ്കിൽ നമുക്ക് എവിടുന്ന് കിട്ടി? വിഷ്ണുഭജനം ചെയ്യാണ് വേണ്ടത് എന്നുള്ള മനസ്ഥിതി നമുക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു. പ്രഹ്ലാദന്റെ അടുത്ത് ഭഗവാൻ നിൽക്കുന്നുണ്ട്. ഒരേ പ്രായത്തിൽ ഭഗവാൻ പ്രഹ്ലാദനോട് പറഞ്ഞു, പ്രഹ്ലാദ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനുണ്ട്. പ്രഹ്ലാദൻ പറഞ്ഞു. ആ ധൈര്യം കിട്ടിയപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ ഇതങ്ങനെ പറഞ്ഞു വന്നാൽ ഉണ്ടാവണതല്ല. മഹാവിഷ്ണുവിനെ സേവിക്കുക ഈ മനസ്ഥിതി എങ്ങനെ ഉണ്ടാവും എന്നല്ലേ ചോദിച്ചത്. ഇതൊരാള് പറഞ്ഞു തന്നാൽ ഉണ്ടാവില്ല. അതിനൊരു വഴിയുള്ളൂ. മഹീയസാം പാദരജോഭിഷേകം. ശ്രീനാരദാദികളായിട്ടുള്ള സജ്ജനങ്ങളില്ലേ, അവരുടെ പാദധൂളി എന്നും കുറച്ചെടുത്തു കൊണ്ടുവന്ന് തലയിലിടുക. ആ സജ്ജനങ്ങളുടെ പാദരേണു അങ്ങനെ കുറെ കഴിഞ്ഞാൽ, ഈ പാദരേണു തലയിൽ കുറെ വന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ അങ്ങനെ തോന്നിത്തിടുങ്ങും. എന്ത്? ഗുരുവായൂരപ്പനെ സേവിക്കുക വേണ്ടത്. അല്ലാതെ ഉണ്ട് ഇതൊരാൾ പറഞ്ഞു തന്നാണ്ടാവില്ല. അവിടെ എൻ്റെ ഗുരുനാഥൻ ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സജ്ജനങ്ങളുടെ പാദരജോഭിഷേകം എന്ന് വെച്ചാൽ എന്താ? സജ്ജനങ്ങളുടെ പാദരേണു തലയിലിടുക എന്ന് വെച്ചാൽ എന്താ? വല്ല നാമം ജപിക്കേ അങ്ങനെ വല്ലതും ചെയ്യുന്ന ആളുകളെ കണ്ടാൽ ഇവിടെ ഒരു വരാനാ പറഞ്ഞത്. ഓ ഗുരുവായൂർ തൊഴിലാറില്ലേ? നാമം ജപിക്കാറുണ്ടോ? കുറേശ്ശെ പതിവുണ്ട്. ഇവിടെ ഒന്ന് ചവിട്ടു. എന്തിനാ? എനിക്ക് ആ പാദധൂളി കുറച്ച് വേണം. മര്യാദയ്ക്ക് ചവിട്ടാനാ പറഞ്ഞത്. ചവിട്ടിക്കോളാം, അടിക്കരുത്. പാദരേണു കൊടുത്തു. ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ കിട്ടണ ഒന്നല്ല ഈ പാദരജോഭിഷേകം എന്ന് പറയുന്നത്. പിന്നെ എന്താ? ഈ പാദദാസൻ എന്നൊക്കെ പറയാറുണ്ട്. ഈ കാലിന് എന്താ അത്ര ഒരു പ്രത്യേകത? അപ്പൊ ഭഗവാനെ കുറിച്ചും പറയാറുണ്ട്. ഭഗവാനെ പാദദാസനാണ്, പാദഭക്തി ഉണ്ടാവണേ, തൃപ്പാദദാസനാണ്. എന്തുകൊണ്ട് തൃക്കൈദാസനാണ് എന്ന് പറയുന്നില്ല? തിരുമുഖ ഭക്തി ഉണ്ടാവണേ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? കാലിനേക്കാൾ വലുതല്ലേ തിരുമുഖം, തൃക്കയ്യ്? അത് പറയാറില്ല. എന്താ പാദത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം? ഭഗവാന്റെ അവയവങ്ങളിൽ ഏറ്റവും താണതാണ് തൃപ്പാദം. ആ തൃപ്പാദത്തിന്റെ ദാസനാണെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭഗവാനെ താൻ അതിലും താഴെയാണ്. ആ വിനയം ദാ ഗുരുനാഥൻ പറഞ്ഞു കേട്ടത്. അവനവന്റെ വിനയം കൊണ്ട് സജ്ജനങ്ങൾക്ക് തോന്നുക എന്ത്? പാവയെ ഇയാൾ നേരെ ആവട്ടെ അല്ലേ? ഭാഗവതത്തിൽ ഏത് കഥ എടുത്തു നോക്കിക്കൊള്ളൂ, സജ്ജനങ്ങൾക്ക് ഒരു അനുകമ്പ നമ്മുടെ പേരിൽ ഉണ്ടാവണം. ആ അനുകമ്പ എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ വിനയാദികളെ കൊണ്ടേ ഉണ്ടാവൂ. ഭഗവാനെ കാണിച്ചു തന്നിരില്ലേ? കുചേലനോടുകൂടി താമസിക്കുന്ന കാലത്ത് ഗുരുപത്നിക്ക് വേണ്ടിയിട്ട് സച്ചിദാനന്ദ ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ വിറകിന് പൂവല്ലേ ഉണ്ടായത്? ആ വിനയം,
ആ ഒരു താഴ്മ സജ്ജനങ്ങളിൽ വരിക. ഇതേ ഈശ്വരനെ സേവിക്കുക വേണ്ടത് എന്ന് തോന്നാൻ ഒരു മാർഗമുള്ളൂ അച്ഛാ, അല്ലാതെ എന്ത് തോന്നില്ല. എവിടെ ഹിരണ്യകശിപുവിന് വിപരീതം ചെയ്താൽ അവരെ ശിക്ഷിക്കേണ്ട ആളുകളുണ്ട്. നൈരൃതന്മാര് എന്നാണ് അവരെ പറയാ. അതൊരു പ്രത്യേക തരക്കാരാണ്. അവരെ വിളിച്ചു, പ്രഹ്ലാദനെ ഇപ്പൊ കൊണ്ടുപോയി കൊല്ലണം, ഇനി വെച്ചേക്കാൻ പാടില്ല. അപ്പൊ അവർക്ക് സംശയമായി. അങ്ങനെ പെട്ടെന്ന് ചുണ്ടി വന്ന് മകനെ കൊല്ലാനാണ്ട് പറഞ്ഞാൽ ഇവര് കൊണ്ടുപോയി കൊന്നാൽ, എടാ ഞാൻ ചുണ്ടി എടുത്ത് വല്ലതും പറയുമ്പോ അതുപോലെ അങ്ങോട്ട് ചെയ്യേ എന്ന് ചോദിച്ചാൽ കാര്യം ബുദ്ധിമുട്ടായി. ഹിരണ്യകശിപുവിന്റെ 2 ഭാഗവും മൂർച്ചയാ. അവ എങ്ങടാ തിരിയാൻ നിശ്ചയില്ലേ. അവരെ ഒന്നിങ്ങനെ അന്താളിച്ചു നിന്നു. അപ്പൊ ഹിരണ്യകശിപു പറഞ്ഞു, ഞാൻ ആലോചിക്കാതെ കൊണ്ട് പറയണതല്ല, ഈ പ്രഹ്ലാദൻ എൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായവനാണെങ്കിലും എന്നെ വേദനിപ്പിക്കുന്നവനാണ്. അവനവന്റെ ശരീരത്തിൽ കുരു ഉണ്ടായി എന്ന് വയ്ക്കുക. ഓ, എൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായതാണ്. കുരുവിനെങ്ങനെ മരുന്നുമൊക്കെ കൊടുത്ത് വലുതാക്കി കൊണ്ടുവരിക, അങ്ങനെയല്ല പതിവ്. അവനവന്റെ ശരീരത്തിൽ നിന്നുണ്ടായതാണെങ്കിലും വേദനിപ്പിക്കുന്നതാണെങ്കിൽ കീറിക്കളയണം. അപ്പൊ അവർക്ക് ധൈര്യം വന്നു. ഹേ യുധിഷ്ഠിര, ഹേ ധർമ്മപുത്ര, പ്രഹ്ലാദനെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയി അതിനൊരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി നിർത്തി തല കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞു. പ്രഹ്ലാദൻ ഹരയേ നമ തല താത്തി അവിടെ നിന്നു. ഓ, അതിഭയങ്കരമായിട്ടുള്ള വാളുകൊണ്ട് എടുത്തിട്ട് പ്രഹ്ലാദന്റെ ആ കുരുന്ന് കഴുത്തില് അടാഞ്ഞ് വെട്ടിയവര്. വെട്ടിയപ്പോഴാണ് അവരവധായത്. പ്രഹ്ലാദന്റെ കഴുത്തിൽ വാളിന്റെ എവിടെയാണോ കൊണ്ടത് അവിടെയാണ് മുറിഞ്ഞു വാള്. മുറിഞ്ഞിട്ട് ആ മുറിഞ്ഞ കഷ്ണം അപ്പുറത്ത്, ആ പിടി ഇവരുടെ കയ്യിലുണ്ട്. എന്താ ഇതിന് മുമ്പ് വല്ല കേടുണ്ടായിരുന്നു? അല്ലാണ്ട് ഈ കുരുന്ന് കഴുത്തിൽ വെട്ടിയ വാള് മുറിയെന്ന് വിചാരിക്കുക വയ്ക്കുമോ? അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒരാളെ കുന്തങ്ങോട്ട് എടുത്തിട്ട് മറമ നോക്കി കൊടുത്തു ഒരു കുത്ത്. കുന്തത്തിന്റെ തലപ്പ് പൊട്ടിയങ്ങോട്ട് തെറിച്ചു. ഇത് അത്ഭുതമായിട്ടിരിക്കുന്നല്ലോ. അതാണ് അവരാലോചിച്ചു, കൊല്ലാതെ ഇങ്ങോട്ട് വിടാൻ പാടില്ല. വേഗം സർപ്പങ്ങളെ വളർത്തുന്നുണ്ട് കടിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര വിഷമാണ്. ആ സർപ്പങ്ങളെ ഇട്ട മുറിയിലേക്ക് പ്രഹ്ലാദനെയാണ്ട് കടത്തി വിട്ടു. വാതിലിങ്ങോട്ട് അടച്ചു. അവർക്ക് ശീല പഠിപ്പിച്ചതാ. ആ സർപ്പങ്ങള് പണം അങ്ങോട്ട് വിടർത്തിയിട്ട് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് കണ്ടാ പേടിയാവും. ആഞ്ഞങ്ങനെ കൊത്തി പ്രഹ്ലാദന്റെ കാലിന്മേല് കൊത്തങ്ങോട്ട് കൊള്ളേണ്ട താമസം പാമ്പ് മറിഞ്ഞിങ്ങോട്ട് വീണു. പ്രഹ്ലാദനെ അല്ല കടിച്ചത്. പാമ്പ് കടിക്കാൻ ഭാവിച്ചപ്പോൾ ഭഗവാൻ ആ കുഞ്ഞി കൈ കാണിച്ചു കൊടുത്തു കടിക്കാൻ. പാമ്പിന് വിഷം അങ്ങോട്ട് ബാധിച്ചു. അതാ അവിടെ ഉണ്ടായത്. പാമ്പ് വീണു ചത്തു. ഇത് അത്ഭുതമായിട്ടിരിക്കുന്നല്ലോ. അവിടുന്ന് അങ്ങോട്ട് തെടുങ്ങി തീയിലിട്ട് വേവിക്കുക, വെള്ളത്തിൽ കെട്ടിത്താത്തുക, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കീഴ്പ്പെട്ട് ഉരുട്ടുക, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശിക്ഷകളാണ് ചെയ്തത്. ഓരോന്ന് കഴിയുമ്പോഴും പ്രഹ്ലാദന് ശക്തി, ചൈതന്യം, തേജസ് അങ്ങനെ കൂടി വരികയാണ്. തിരികെ ഹിരണ്യകശിപുവിൻ്റെ കൊണ്ടു കൊടുത്തു. ഞങ്ങൾ പഠിച്ചിടത്തോളം വിദ്യകളൊക്കെ നോക്കി, ഒന്നും പറ്റിയില്ല. പ്രഹ്ലാദൻ മരിക്കണില്ല. ദൃശ്യം വന്നു ഹിരണ്യകശിപുവിന്. വിഷം കൊടുത്തു നോക്കിയോ? അതിനൊരു പ്രത്യേക തരം വിഷമുണ്ട്. അത് മാത്രം കഴിഞ്ഞിട്ടില്ല. അത് ഹിരണ്യകശിപുവിൻ്റെ കയ്യിലാ. വിളിച്ചു, കയാധുവിനെ വിളിച്ചു. ഒരു ഗ്ലാസ്സിൽ ഈ വിഷം കണ്ട് കലക്കി. നീയല്ലേ ഇങ്ങനെ ഒരു ദുഷ്ടനെ പ്രസവിച്ചുണ്ടായത്, കൊടുക്കണം എൻ്റെ കൈ കൊണ്ട് വിഷം. ഗ്ലാസ്സിലങ്ങോട്ട് കൊടുത്തു. പാവം ആ അമ്മ വളരെ ഭക്തയാണ്. താൻ എന്ത് ചെയ്യും? ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാതെ കണ്ടിരിക്കാൻ വയ്യ. തൻ്റെ മകന് വിഷം കൊടുക്കുക വയ്ക്കൂ. ആ വിഷം ഇങ്ങോട്ട് കയ്യിലെടുത്തിട്ട് കണ്ണിന്ന് കണ്ണീരിങ്ങോട്ട് പൊട്ടി ഒഴുകിയപ്പോൾ പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മേ, അച്ഛൻ പറഞ്ഞത് കേൾക്കല്ലേ വേണ്ടത്, ഇങ്ങോട്ട് തരൂ, ഞാൻ കഴിക്കാമല്ലോ. ആ വിഷം ഇങ്ങോട്ട് മേടിച്ചിട്ട് സ്വന്തം കൈ കൊണ്ട് അങ്ങോട്ട് കഴിച്ചു പ്രഹ്ലാദൻ.
ഒരു ക്ഷീണെങ്കിലും വേണ്ടേ. അപ്പോഴാണ് ഹിരണ്യകശിപുവിന് ഇവൻ കാരണം തനിക്ക് വല്ല ആപത്ത് സംഭവിക്കുമോ എന്ന് പേടിയായി. അപ്പ ശണ്ടാമർക്കന്മാർ, ഇതാണ് സേവ പറയാനുള്ള സമയം, ശണ്ടാമർക്കന്മാർ പറഞ്ഞു, മഹാപ്രഭോ, 14 ലോകങ്ങളെ മുഴുവൻ കീഴടക്കിയിട്ടുള്ള അവിടുത്തേക്ക് വിഷമിച്ചിട്ട് ആവശ്യമില്ല. ഇത് സാരമില്ല, ഒരു വിവരമില്ലാത്ത കുട്ടി എന്തോ പറയണമെന്ന് വിചാരിച്ച് അവിടുന്ന് വിഷമിക്കരുത്. സാക്ഷാൽ ശുക്രമഹർഷി പാതാളത്തിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം വന്നാൽ എന്തെങ്കിലും മാർഗമുണ്ടാവും. അതുവരെ പ്രഹ്ലാദൻ അവിടുത്തെ പേടിച്ചെങ്ങും ഓടിപ്പോവാതെ കണ്ടിരിക്കട്ടെ, ഇവിടെ പിടിച്ച് കെട്ടിയിടുക, അവിടെ കിടക്കട്ടെ, ആഹാരമൊന്നും കൊടുക്കണ്ട, ചത്തുപോവാച്ചാൽ പിന്നെ ഭാരമില്ലല്ലോ. അല്ലെങ്കിൽ ശുക്രൻ, അതായത് ഞങ്ങളുടെ അച്ഛൻ വന്നാൽ എന്തെങ്കിലും വഴിയുണ്ടാവും. പിന്നെ വിദ്യാഭ്യാസം മുടക്കണ്ട, അത് മുടക്കി നടന്നോട്ടെ, ബുദ്ധി നേരെയാവുക, അങ്ങനെയും വരാമല്ലോ. പോരാ, വിദ്യാഭ്യാസം വേണ്ടാന്ന് വെച്ചാൽ അവരുടെ ശമ്പളം മുടങ്ങും, അപ്പം അതിനിട വരണ്ട, വിദ്യാഭ്യാസം മുടക്കി നടന്നോട്ടെ എന്ന് അങ്ങനെ ഏർപ്പാട് ചെയ്തു. ആ നാടശാലയിൽ വരുണമാസം കൊണ്ട് പിടിച്ചു കെട്ടിയിരിക്കണു പ്രഹ്ലാദന്. പ്രഹ്ലാദനെ അവിടുന്ന് കട്ടഴിച്ച് വിടില്ല, ആ ബന്ധനത്തിൽ ആഹാരമൊന്നും കൊടുക്കില്ല, പച്ചവെള്ളം കൊടുക്കില്ല. ഇങ്ങനെയാണ് ഒരു 1-2 മാസം ഇങ്ങനെയാണ് കഴിഞ്ഞപ്പോഴേ തൽ ഗൗരവാൽ ഓരോ ദിവസം കഴിയും തോറും പ്രഹ്ലാദന് ചൈതന്യം ഇങ്ങനെ കൂടിക്കൂടി വരിക. ക്ഷീണമില്ല, വിശപ്പില്ല, ദാഹമില്ല. കുട്ടികൾക്ക് അത്ഭുതമായി, അല്ല ഈ പ്രഹ്ലാദൻ സാധാരണ ഒരാളല്ല, അവർക്ക് ഒരു സ്നേഹം അറിയാതെയുണ്ട് പ്രഹ്ലാദനോട്.